കൊച്ചി കോർപ്പറേഷന്റെയും തൃക്കാക്കര നഗരസഭയുടെയും മാലിന്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്നും മാലിന്യം റോഡിലേക്ക് വീഴുന്നത് നിത്യസംഭവമാകുന്നു. മാലിന്യം കൊണ്ടുപോകുന്ന വാഹനത്തിന് കവറിംഗ് സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികളിൽ നിന്ന് കോർപ്പറേഷനും നഗരസഭയും പിന്മാറുന്നു. മാലിന്യങ്ങൾ അഴുകിയതും പുഴുവരിച്ചതും റോഡിലേക്ക് വീഴുന്നത് മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നു. റോഡ് യാത്രക്കാരുടെ ദേഹത്തേക്കും റോഡിലേക്കും വീഴുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാക്കനാട് ജംഗ്ഷനിൽ ശനിയാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു സംഭവം. 5 ബൈക്ക് യാത്രികരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. പാലാരിവട്ടത്ത് നിന്ന് തുടങ്ങി കാക്കനാട് വരെയുള്ള ഭാഗത്താണ് മാലിന്യം റോഡിലേക്ക് വീഴുന്നത്. ജീവനക്കാരുടെ അശ്രദ്ധ മൂലമാണെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യം കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്നും റോഡിലേക്ക് വീഴുന്നത് നേരിൽ കണ്ട കാക്കനാട് സ്വദേശി സഹദ് പറയുന്നത് ഇങ്ങനെ: കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്നാണ് ഈ വേസ്റ്റുകൾ വീണ് ഇതേപോലെയുള്ള ചെളികൾ രൂപപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ 5 ബൈക്കുകാർ നിലവിൽ വീണ്. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതൊരു 3-4 പ്രാവശ്യമായി ഇങ്ങനെ തുടരുന്നുണ്ട്. കാരണം പാലാരിവട്ടം മുതലേ ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്. പാലാരിവട്ടത്ത് ഒരു ഗർഭിണിയായ സ്ത്രീയും കുടുംബവും ഒരുമിച്ച് ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് രാവിലെ ഇപ്പൊ വീണ ആളുടെ കാലിന്റെ ഫ്രാക്ചർ അത്യാവശ്യം വലുതാണ്. കാരണം പുള്ളിക്കാരന് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് വീണ ആളുടെ കാല് ഒടിഞ്ഞു. ഒരു സ്ത്രീയാണത്, അത് കാല് ഒടിഞ്ഞു. അപ്പൊ ഇത് ഇത്ര ആയിട്ടും കൊച്ചിൻ കോർപ്പറേഷനോ അതല്ലെങ്കിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സ് വന്ന് വെള്ളം ഒടിച്ച് കഴുകാന്നുള്ളൂ. അത് അവർ ചെയ്തു പോയി. പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കാണുന്നില്ല. കാരണം ഓയിൽ മിക്സ് ആയിട്ടുള്ള വേസ്റ്റാണ് ഇതിൽ വീഴുന്നത്. അത് ഈ പറയുന്ന പോലെ ഇങ്ങനെ അടിച്ചു കളഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്തൊരു കാര്യമാണ്. കാരണം അത് പോകുന്നില്ല റോട്ടിൽ നിന്ന്, അത് തന്നെ പ്രശ്നം. അപ്പോൾ അത് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നഗരസഭ കോർപ്പറേഷനോ എന്തെങ്കിലും അതിന് നടപടി എടുക്കാതെ ഇതിൽ വേറെ പോകാൻ വഴിയൊന്നുമില്ല. അത് ഒന്നല്ലെങ്കിൽ ഈ വണ്ടികൾ റൂട്ട് മാറ്റി തിരിച്ചു വിടുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം താഴെ പോകാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുക. അത് രണ്ടുമേ ഉള്ളൂ ഇതിനുള്ള പരിഹാരം. അടിയന്തരമായി കൊച്ചി കോർപ്പറേഷനും തൃക്കാക്കര നഗരസഭയും മാലിന്യം കയറ്റി കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്നും താഴേക്ക് വീഴാതിരിക്കാനുള്ള ശാസ്ത്രീയമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കോർപ്പറേഷനും നഗരസഭയും നൽകണമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 95 വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് സഹദ് കാക്കനാട്.